ഞാനലിഞ്ഞു. അതാണ് ആദ്യത്തെ 2 വരി വരുന്നത്. ഈ പാട്ട് മുഴുവനായിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് പാടിത്തരാം കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പാടി പഠിച്ചാൽ മതി. അതുവരെ ഈ സംഗതികളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ. ആരോ എന്നാണ്. ചെറിയ ചെറിയ സംഗതികളാണ് ഈ പാട്ടിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് പാടിയാൽ മതി കേട്ടോ. ചെറിയ ചെറിയ സംഗതികളുണ്ട്, അതൊന്ന് നോക്കാം. ആരോ കണ്ട അവിടെ ആരോ രോ ആ ഓ എന്നാണ് സംഗതി വരുന്നത്. ആ അത് സായില്. സാ എന്നാണ്. ആരോ രോ ആരോ പാടിയ പാടിയ എന്നെടുക്കണം. പാടിയ ഡിയ എന്ന് കൊണ്ടുവരണേ. പാടിയ. ഓക്കെ. പല്ലവിയിൽ പല്ലവി എന്നുള്ളത് ആ ഒരു രീതിയിൽ പോയിട്ട് പല്ലവി കുറച്ച് നമ്മൾ പല്ലവി കണ്ടോ, പാ എന്നുള്ളത് കുറച്ച് ഇങ്ങനെ നീട്ടിയിടണം. പല്ലവിയിൽ ലവി എന്നുള്ളത് പെട്ടെന്ന് എടുക്കണം. പല്ലവിയിൽ എന്നാണ് അവിടെ സംഗതി കൊടുത്തിട്ടുള്ളത്. പല്ലവിയിൽ അതെങ്ങനെയാണ് വരുന്നത്? എന്ന് വരെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വരി മുഴുവനായിട്ട് നോക്കി. ആരോ പാടിയ പല്ലവിയിൽ എന്നാണ് വരുന്നത്. ഈണമായി എന്നാണ്. ഈണമായി മായി ആയി എന്ന് വരുന്നുണ്ട് അവിടെ സംഗതി.